الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونستغفر ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وإن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين وكل دعوى النبوة بعده فغير وهوى وهو المبعوث إلى عامة الجن وكافة الورى. أعوذ بالله من الشيطان الرجيم. يقول الإنسان يومئذ أين المفر. ഏറെ ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വലിയ സഹായം കൊണ്ട് ഈ ഒരു സമയത്ത് ഒന്നിച്ചിരിക്കുവാനും അവന്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുവാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. അമേരിക്കയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയെപ്പറ്റി വാർത്താ മാധ്യമങ്ങളിലൂടെ കാണാൻ, കേൾക്കാൻ നമുക്ക് സാധിച്ചു. ഒരാഴ്ചയിലധികമായി ആ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പരിശോധിക്കുമ്പോൾ 35,000-ത്തിലധികം വരുന്ന ഏക്കറുകൾ തീ പിടിച്ചു കഴിഞ്ഞു. 10,000-കണക്കിന് മനുഷ്യരെ അവർ താമസിച്ചിരുന്ന അവരുടെ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചു. ലോകത്തിലെ ശതകോടീശ്വരന്മാർ താമസിക്കുന്ന, ഏതൊരാളും ആഗ്രഹിച്ചു പോകുന്ന പ്രദേശത്താണ് ഈ അഗ്നിബാധ സംഭവിച്ചിട്ടുള്ളത്. 22 ലക്ഷം കോടിയിലധികം വരുന്ന നാശനഷ്ടങ്ങൾ ഇതിനോടകം രേഖപ്പെടുത്തി കഴിഞ്ഞു. 250 കോടിയിലധികം വിലമതിക്കുന്ന ഒരു വീട് അത് അഗ്നിക്കിരയാകുന്നത് കാണാൻ നമുക്ക് സാധിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുഖവാസ കേന്ദ്രങ്ങളിലേക്കാണ് തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യർ ഓടുന്നതും അവരുടെ ജീവനുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടു. യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. എവിടെയാണ് ഒന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയുക എന്ന് കത്തിയാളുന്ന തീയുടെ മുന്നിൽ വെച്ചുകൊണ്ട് മനുഷ്യർ വിങ്ങിപ്പൊട്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, എത്ര സംഖ്യകൾ നമ്മുടെ ബാങ്കിൽ ബാലൻസായി ഉണ്ടെങ്കിലും, എത്ര ശക്തമായ വീടുകൾ നമ്മൾ പണിതിട്ടുണ്ടെങ്കിലും, നമ്മുടെ കാർപോർച്ചിൽ എത്ര വേഗതയേറിയ വാഹനങ്ങൾ ഉണ്ടെങ്കിലും, അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തിക്കഴിഞ്ഞാൽ ആ ശിക്ഷയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നമ്മുടെ വാഹനങ്ങൾ കൊണ്ടോ, ആ ശിക്ഷയെ തടഞ്ഞു നിർത്താൻ നമ്മുടെ കൊട്ടാരങ്ങൾ കൊണ്ടോ, അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ബാങ്കിലെ ബാലൻസ് കൊണ്ടോ സാധ്യമല്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മൾ നിസ്സാരന്മാരാണ്. തിരമാല ഒന്ന് ശക്തമായി ഉയർന്ന് ഒരു സുനാമിയായി നമ്മുടെ അരികിലേക്ക് വന്നാൽ, ഭൂമി നമ്മളെയും കൊണ്ടൊന്ന് പ്രകമ്പനം കൊണ്ടാൽ, കാറ്റൊന്ന് അതിശക്തമായി അടിച്ചു വീശിയാൽ ഒന്നിനും സാധിക്കാത്ത, ഒന്നിനും കഴിയാത്ത നിസാരന്മാരാണ് നമ്മൾ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ കോവിഡ് പരന്നപ്പോൾ പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് നമസ്കാരം പോലും നിർവഹിക്കാൻ കഴിയാതെ അവരെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നോക്കി നിൽക്കേണ്ട സാഹചര്യങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചാലും അത് അഹങ്കാരത്തിലേക്ക് പോകാൻ കാരണമാകരുത്. സമ്പത്ത് നമ്മളെ പുളകം കൊള്ളിക്കരുത്. ഖുർആൻ നമുക്ക് പറഞ്ഞു നൽകുന്ന ഒരു മുതലാളിയുടെ ചരിത്രമുണ്ട്. ഖാറൂൻ എന്നാണ് ആ മുതലാളിയുടെ പേര്. ആ ഖാറൂനിന് അല്ലാഹു സമ്പത്ത് നൽകി, അധികാരം നൽകി. ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള അവന്റെ ഖജനാവിന്റെ താക്കോലുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ സമ്പത്ത് കിട്ടിയപ്പോ, അധികാരം കിട്ടിയപ്പോ, ഖജനാവുകൾ കിട്ടിയപ്പോ അതെല്ലാം നൽകിയ റബ്ബിനെ മറന്നുകൊണ്ട് അവൻ ജീവിച്ചു. അവന്റെ ജനത അവനോട് പറഞ്ഞു, ഇത് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ്, ഖാറൂൻ നീ പുളകം കൊള്ളരുത്, നീ പുളകം കൊള്ളരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, പുളകം കൊള്ളുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. ഈ സമ്പത്ത് നൽകിയ റബ്ബിനെ നീ മറക്കരുത്, നീ ഒരിക്കലും നന്ദി കെട്ടവനാകരുത് എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോഴും താക്കീതുകൾ ലഭിച്ചപ്പോഴും അതിനെയെല്ലാം പരിഹാസത്തോടുകൂടെ കാണുന്ന സാഹചര്യമായിരുന്നു ആ സമ്പന്നൻ ഉണ്ടായിരുന്നത്. ജനങ്ങൾ പറയുമായിരുന്നു, ഖാറൂനിനെ പോലെയായിരുന്നെങ്കിൽ, അവനെ പോലെ കൊട്ടാരമുണ്ടായിരുന്നെങ്കിൽ, അവനെ പോലെ ഖജനാവുകൾ ഉണ്ടായിരുന്നെങ്കിൽ, യാ ലൈതലനാ മിസ്ലമാ ഊതിയ ഖാറൂൻ, ഖാറൂനിന് ലഭിച്ചതുപോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവന്റെ സമ്പത്ത് കണ്ട്, അവന്റെ തോട്ടങ്ങൾ കണ്ട്, അവന്റെ ഖജനാവ് കണ്ട് ജനങ്ങൾ പറയുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ അല്ലാഹു അവനെയും അവന്റെ സമ്പത്തിനെയും ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ആ ഖാറൂൻ നമ്മുടെ മുന്നിൽ ഒരു താക്കീതായി കൊണ്ടുണ്ട്. ആ ഖാറൂൻ നമ്മുടെ മുന്നിൽ നമുക്കുള്ള താക്കീതായി കൊണ്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു നമുക്ക് നിഅമത്ത് നൽകുമ്പോൾ, അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ ഒരിക്കലും നന്ദികേടിലേക്ക് നമ്മൾ പോകാതിരിക്കുക. നമ്മുടെ ആയുസ് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക. പ്രിയമുള്ളവരെ, ഈ ജീവിതം ചെറുതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉപദേശം നൽകുമ്പോൾ റസൂലുള്ളാഹിയുടെ സ്വഹാബാക്കൾ എത്ര ശ്രദ്ധയോടുകൂടെയായിരിക്കും അത് കേട്ടിട്ടുണ്ടാവുക. പ്രവാചകന്റെ സദസ്സിൽ രാത്രി തോട്ടത്തിന് കാവൽ നിൽക്കുന്നവരുണ്ട്. ഷാമിലേക്കും അതുപോലെ യമനിലേക്കും കച്ചവടത്തിന് പോയി കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന യാത്രക്കാരുണ്ട്. അങ്ങനെ കച്ചവടക്കാരായ, തോട്ടത്തിന് കാവൽ നിൽക്കുന്നവരായ ഒരുപാട് ആളുകൾ റസൂലുള്ളാഹിയുടെ സ്വഹാബാക്കളിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിജ്ഞാനത്തിന്റെ സദസ്സിലെത്തിയാൽ വളരെ ശ്രദ്ധയോടുകൂടെയാണ് ആ സംസാരങ്ങൾ കേൾക്കുക. ആ കൂട്ടത്തിൽ ഒരു സ്വഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി ഒരു ഉപദേശം നൽകിയാൽ എത്രമാത്രം ശ്രദ്ധയോടുകൂടെ ആ സ്വഹാബി കേൾക്കും. അതിൽ തന്നെ ഒരു സ്വഹാബി അരികിലേക്ക് വിളിച്ച് രണ്ട് ചുമലിലും കൈവച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപദേശമെങ്കിൽ ശ്രദ്ധ കൂടുമോ കുറയുമോ? നമുക്കറിയാം, വളരെ ശ്രദ്ധയോടുകൂടെയായിരിക്കും ആ സ്വഹാബി അത് കേൾക്കുക. എങ്കിൽ അറിയുക, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചുമലിൽ കൈവച്ച് അരികിലേക്ക് ചേർത്ത് നിർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഉപദേശം, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഇബ്നു ഉമർ, ഈ ദുനിയാവ് ഒരു ഇടത്താവളം മാത്രമാണ്. ഈ ദുനിയാവ് ഒരു ഇടത്താവളം മാത്രമാണ്. ഇവിടെ നീ ഒരു യാത്രക്കാരനാണ്. ഈ ദുനിയാവും നീയും തമ്മിൽ ഒരു ബന്ധമില്ല. ഏത് സമയത്തും ഈ ദുനിയാവിന്റെ പച്ചപ്പ് വിട്ട്, ഏത് സമയത്തും ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങൾ വിട്ട് നിന്റെ ആഖിറത്തിലേക്ക്, നിന്റെ മരണത്തിനപ്പുറമുള്ള ലോകത്തിലേക്ക് നിനക്ക് യാത്ര തിരിക്കേണ്ടി വരും എന്ന ഒരു ഉപദേശം റസൂലുള്ളാഹി നൽകുമ്പോൾ, പ്രിയമുള്ളവരെ, നാം യാത്രക്കാരാണ്. നമ്മളും ഈ ദുനിയാവും തമ്മിൽ വല്ലാത്ത ഒരു അടുപ്പമില്ല, ഒരു ബന്ധമില്ല. മാലി വലി ദുനിയ, ഉമറേ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്തൊരു ബന്ധമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഖിറം നേടാനുള്ള, ആഖിറത്തിലേക്കുള്ള പാതയം നേടാനുള്ള ഒരു ലോകം മാത്രമാണ് ഈ ദുനിയാവ്. അവിടെ നമ്മൾ എന്തു ചെയ്തു എന്നത് ഞാനും നിങ്ങളും ആലോചിക്കുക.
സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് 5 കൊല്ലമാണ് ഇസ്ലാമിൽ ലഭിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് 5 കൊല്ലമാണ്. പക്ഷെ മരണത്തിന്റെ സമയത്ത് അള്ളാഹുവിന്റെ അർശ് പ്രകമ്പനം കൊണ്ടു. എന്തേ കാരണം? 5 വർഷം കൊണ്ട് അള്ളാഹുവിന്റെ അർശ് പ്രകമ്പനം കൊള്ളുമാറുള്ള അമലുകൾ ഇസ്ലാമിലെ 5 വർഷം കൊണ്ട് നേടിയെടുക്കാൻ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് സാധിച്ചു. നമുക്ക് എത്ര കൊല്ലം ഇസ്ലാമിന് കിട്ടി? എത്ര കൊല്ലം നമ്മൾ മലയാള ഖുതുബ കേട്ടു? എത്ര കൊല്ലം നമ്മൾ ഈ ആദർശം അനുഭവിച്ചു? നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള അമലുകളെ കുറിച്ച് ഗൗരവത്തോടുകൂടെ നാം ആലോചിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് രക്ഷപ്പെടാനുള്ളത് നരകത്തിലെ തീയിൽ നിന്നാണ്. അമേരിക്കയിലെ ആടിപ്പടർന്ന തീ നമ്മൾ കണ്ടല്ലോ. വീടുകൾ കരിച്ചു കളയുന്ന, മനുഷ്യരെ കരിച്ചു കളയുന്ന, ഒന്നും ബാക്കിയാക്കാത്ത ആ തീ നമ്മൾ കണ്ടു. അതിന്റെ മുന്നിൽ നിന്ന് ഓടിമറയുന്ന, ജീവനും കൊണ്ട് ഓടുന്ന മനുഷ്യരെ നമ്മൾ കണ്ടു. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, അല്ലാഹു തന്നെയാണ് സത്യം. ലൗ റഅയ്തും മാ റഅയ്ത് ലളഹിഖ്തും ഖലീലാ, ഞാൻ കണ്ട ചില കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ. വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒന്നിച്ചിരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്, സ്വറ പറയുന്നുണ്ട്, അങ്ങാടികളിൽ ഇരുന്ന് കഥ പറയുന്നുണ്ട്. മനുഷ്യരെ, നിങ്ങളുടെ ചിരി കുറയുമായിരുന്നു, നിങ്ങളുടെ അട്ടഹാസങ്ങൾ കുറയുമായിരുന്നു, ദുനിയാവിന്റെ വിനോദങ്ങൾ നിങ്ങൾക്ക് കുറയുമായിരുന്നു. വലബകൈതും കസീറ, ധാരാളം നിങ്ങൾ കരയുമായിരുന്നു. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വമാ റഅയ്ത യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ പുഞ്ചിരി, ഞങ്ങളുടെ ചിരി അത് കുറക്കുമാറ്, ധാരാളം കരയുമാറ്, അങ്ങനെ ഞങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ എന്ത് കാഴ്ചയാണ് അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് കണ്ടിട്ടുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മറുപടി, അൽ ജന്നത്തു വന്നാർ, സ്വർഗ്ഗവും നരകവുമാണത്, സ്വർഗ്ഗവും നരകവുമാണത്. എങ്കിൽ പ്രിയമുള്ളവരെ, ആ സ്വർഗത്തെ കുറിച്ചറിഞ്ഞാൽ, ആ നരകത്തെ കുറിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഏത് സമയത്തും ഈ ദുനിയാവിലെ നമ്മുടെ ആയുസ് തീരും. ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹം മരണപ്പെട്ടു. 37 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. രാവിലെ ഒന്നിച്ചിരുന്ന് സ്റ്റാഫ് റൂമിൽ ഒന്നിച്ചിരുന്ന് സംസാരിച്ചിരുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകൻ 12 മണിയായപ്പോഴേക്കും ഒരു നെഞ്ചുവേദന വന്നു. 1:15 സമയമായപ്പോഴേക്കും ലോകത്തിൽ നിന്ന് അദ്ദേഹം വിട പറഞ്ഞു. ഇന്നലെ നമ്മുടെ ഒരു സഹപ്രവർത്തകന്റെ കുടുംബത്തിൽ 4 പേർ ഭാരതപ്പുഴയിൽ മുങ്ങി മരിച്ചു. രാവിലെ കുടുംബസമേതം കുളിക്കാൻ, ഒരു സന്തോഷത്തിന് വേണ്ടി കുടുംബസമേതം ഒന്നിച്ചിറങ്ങിയവർ വൈകുന്നേരമായപ്പോഴേക്കും 4 തണുത്തുറച്ച മയ്യത്തുകളാണ് ആ വീട്ടിലേക്ക് എത്തുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോലെ പ്രഭാതം ഉണർന്നവർ, നമ്മളെപ്പോലെ രാവിലെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചവർ, പക്ഷേ വൈകുന്നേരമാകുമ്പോഴേക്കും തണുത്തുറച്ച മയ്യത്താകുന്ന സാഹചര്യം. പ്രിയമുള്ളവരെ, നമ്മുടെ റൂഹിനെ പിടിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആത്മാവിനെ പിടിച്ചു കഴിഞ്ഞാൽ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് നമ്മുടെ സാഹചര്യം മാറും. ഞാനിവിടെ പ്രസംഗത്തിന് നിൽക്കുന്നതിന്റെ തൊട്ടു മുമ്പ് നമ്മുടെ ഒരു സഹപ്രവർത്തകൻ വന്നുകൊണ്ട് പറഞ്ഞു, നമ്മുടെ ഇവിടെ താമസിക്കുന്ന ഒരു പ്രവാസിയായ ഒരു ചെറുപ്പക്കാരൻ, 36 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്, 2 മക്കളുണ്ട്, അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് വിദേശത്ത് എന്ന് പറഞ്ഞു. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കരുത്ത് നൽകട്ടെ, അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എപ്പോഴാണ് നമ്മുടെ യാത്ര എന്ന്? മലയാളത്തിലെ ഒരു കൊച്ചു കഥയുണ്ട്, ഖബർ എന്നാണ് അതിന്റെ പേര്. ആ കഥ ഇങ്ങനെയാണ്: എന്റെ വീട് ഒരു ഖബർസ്ഥാനിന്റെ അരികിലാണ്. ഓരോ ദിവസവും അവിടെ പുതിയ ഖബറുകൾ വന്നു. കുട്ടികളുടെ ഖബർ, മുതിർന്നവരുടെ ഖബർ, പണക്കാരന്റെ ഖബർ, പണിക്കാരന്റെ ഖബർ. ഒരു ദിവസം ആ ഖബർസ്ഥാനിൽ പുതിയൊരു ഖബർ എത്തി. പക്ഷേ അത് കാണാൻ ഞാൻ ഉണ്ടായിരുന്നില്ല. ആ ഖബർ കാണാൻ ഞാൻ ഉണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി നമ്മുടെ മഹല്ലിൽ ഒരു ഖബർ ഒരുങ്ങുന്ന ദിവസത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ പലതും ചിന്തിക്കാറുണ്ട്. നമ്മുടെ മക്കളുടെ കല്യാണം നമ്മൾ ആലോചിക്കാറുണ്ട്, നമ്മുടെ വീട് പണിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്.
എങ്കിൽ എന്റെയും നിങ്ങളുടെയും ആഖിറത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്വഹാബി ഇരിക്കാണ്, ഒരാൾ തട്ടിയിട്ട് ചോദിച്ചു, എവിടെ എത്തി? ചിന്ത എവിടെ എത്തി? നമ്മളോടും ചോദിക്കാറുണ്ടല്ലോ. നമ്മൾ ചിലപ്പോ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ, അല്ലടാ എവിടെ എത്തി? ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, കച്ചവടമൊക്കെ എല്ലാതും ഡിമ്മാണ്, എവിടെയും കച്ചവടം ഒരു രക്ഷയില്ല. കച്ചവടത്തിനെ പറ്റി ആലോചിക്കായിരുന്നു, മകളെ പറ്റി ആലോചിക്കായിരുന്നു, വീട് പണിയെ പറ്റി ആലോചിക്കായിരുന്നു. സ്വഹാബിയോട് ചോദിക്കാണ്, എവിടെ എത്തി? എന്താ മറുപടി എന്നറിയോ? സിറാത്തിലെത്തി, സിറാത്തിലെത്തി. എന്റെ മരണം കഴിഞ്ഞു. 3 കഷ്ണം തുണികളിൽ എന്നെ പൊതിഞ്ഞ് ജനങ്ങൾ കൊണ്ടുവെക്കുന്ന നമസ്കാരം ഞാൻ എന്റെ കണ്ണിൽ കണ്ടു. ഖബറിന്റെ ഇടുക്കം ഞാൻ ചിന്തിച്ചു. മരണത്തിനപ്പുറമുള്ള ഉയർത്തെഴുന്നേൽപ്പ് ഞാൻ ചിന്തിച്ചു. നരകം മുന്നിൽ കൊണ്ടുവരപ്പെടുന്ന മഹ്ശറിന്റെ 2 ഭാഗം നിറഞ്ഞു നിൽക്കുന്ന ആ നരകത്തെ കൊണ്ടുവരുന്ന ദിവസത്തെ ഞാൻ ചിന്തിച്ചു. അതിനപ്പുറം സിറാത്തിലേറി നിൽക്കുകയാണ് ഞാൻ. നമുക്ക് പേടിയാണ് പലപ്പോഴും ചിന്തിക്കാൻ. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹം ഉംറക്ക് പോയപ്പോ ഹറമിൽ ആ മയ്യത്ത് കുളിപ്പിക്കുന്ന ആ ഭാഗത്ത് നിന്ന് അതിന്റെ ആ ഡെമോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾക്കൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോ അവിടെ നിന്ന ആളുകൾക്കൊക്കെ ഓരോ കഫൻ പുടവ അവര് സമ്മാനമായിട്ട് കൊടുത്തു. അതില് തുണിയുണ്ട്, അതില് തേക്കാനുള്ള സുഗന്ധമുണ്ട്, കുറച്ച് കർപ്പൂരുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു പാക്കറ്റായി ആ വന്ന ഉംറക്ക് പോയ ആളുകൾക്കൊക്കെ കിട്ടി. അപ്പൊ അതാണ് സമ്മാനം, കഫൻ പുടവയാണ് സമ്മാനം. അപ്പൊ കിട്ടിയോര് പിന്നെ കുറച്ചൊരു സുഖമുള്ള സാധനമല്ലല്ലോ. കിട്ടിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ തുടങ്ങി. അല്ല, എനിക്ക് വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളി, കാരണം ഇത് കണ്ടിട്ട് പേടിക്കാൻ. ആലപ്പുഴയുള്ള നമ്മുടെ സഹോദരൻ, അവന് ആ കഫൻ പുടവ നാട്ടിക്ക് കൊണ്ടുവന്നു. കോവിഡ് കാലാണ്. 2 കൊല്ലം പൂച്ചാക്കലുള്ള അവന്റെ വീട്ടിൽ ഷെൽഫിൽ അത് സൂക്ഷിച്ചു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ മഹല്ലിലെ അവിടെയുള്ള പള്ളിയുടെ പ്രസിഡന്റ് മരണപ്പെടുന്നത്. അത്രയും ഒരു ആത്മബന്ധം അവര് തമ്മിലുണ്ട്. അവൻ അന്ന് കൊണ്ടുവന്ന കഫൻ പുടവ ആ സഹോദരന് വേണ്ടി കൊടുത്തു. അതിൽ അദ്ദേഹത്തെ മറവ് ചെയ്തു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തെ പുതക്കാനുള്ള കഫൻ പുടവ തയ്യാറായി അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള അയൽവാസിയുടെ വീട്ടിൽ 2 കൊല്ലമായിട്ട് ആ ഷെൽഫിൽ ഇരിക്കുന്നുണ്ട്. 2 കൊല്ലം അദ്ദേഹത്തെ പുതക്കാനുള്ള കഫൻ പുടവ വീടിന്റെ തൊട്ടരികിലുണ്ട്. വകം മിൻ ഫതാ അംസാ വഅസ്ബഹ ളാഹികൻ ഫഖദ് നുസിജത് അത്ഫാനുഹു ഫഹുവ ലാ യദരി. എത്രയെത്ര ചെറുപ്പക്കാരാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും അവരിങ്ങനെ പുഞ്ചിരികളിലാണ്, തമാശകളിലാണ്. അവരെ പുതക്കാനുള്ള കഫൻ പുടവ തയ്യാറായിട്ടുണ്ട് എന്ന് അവരറിയുന്നില്ലല്ലോ. നമ്മളെ പുതക്കാനുള്ള തുണി തയ്യാറായിട്ടുണ്ട്, നമ്മളെ കൊണ്ടുപോകാനുള്ള മയ്യത്തുകട്ടിൽ തയ്യാറായിട്ടുണ്ട്, നമ്മളെ കിടത്താനുള്ള മണ്ണ് നമ്മുടെ തൊട്ടരികിലുണ്ട്, കൊണ്ടുപോകാനുള്ള കൂട്ടുകാർ നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട്. ഒരുങ്ങാത്തത് നമ്മളെ ഉള്ളൂ, നമ്മളെ ഒരുങ്ങാത്തതുള്ളൂ. വളരെ ഗൗരവത്തോടുകൂടെ നാം ചിന്തിക്കുക. ഒരു ജനാസ നമസ്കാരത്തിന് ചെന്നപ്പോ രാത്രിയാണ് മയ്യത്തെടുത്തത്. മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്ന ആ സമയത്ത് ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. ആ ഖബർസ്ഥാനിന്റെ തൊട്ടരികിലാണ് ആ മനുഷ്യന്റെ വീട്. 3 നില വലിപ്പത്തിലുള്ള മനോഹരമായ ഒരു വീട് ആ പണക്കാരനുണ്ട്. അതിശക്തമായ മഴ പെയ്തു, വെള്ളം കുത്തിയൊലിക്കാൻ തുടങ്ങി, ഖബറിലേക്ക് വെള്ളം വന്ന് വീഴാൻ തുടങ്ങി. ആളുകൾ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല, ഇതാ കുറച്ചു നേരം കൂടെ ആ മാളികയിൽ, ആ AC റൂമിൽ, ആ ശീതീകരിച്ച റൂമിൽ മയ്യത്ത് കിടത്താം. 2-3 കാറ് ആ മനുഷ്യന്റെ കാർ പോർച്ചിലുണ്ട്, കുറച്ചു നേരം കൂടെ ആ കാറിൽ ആ മയ്യത്തൊന്ന് വെക്കാം. ഒരാളും പറഞ്ഞിട്ടില്ല. ജീവിത കാലഘട്ടത്തിൽ ആ മനുഷ്യനെ ആശ്രയിച്ച എത്രയോ മനുഷ്യരുണ്ട് അവിടെ ചുറ്റും കൂടിയവരിൽ. മക്കളുണ്ട് അവിടെ. ഒരാളും കാത്തു നിന്നിട്ടില്ല. ആ ഖബറിലേക്ക് ആ മനുഷ്യനെ ഇറക്കി വെച്ച് അവർ തിരിച്ചുപോയി. എങ്കിൽ പ്രിയമുള്ളവരെ, ആ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ, ആലോചിക്കാൻ നമ്മൾ തയ്യാറാവുക. നാളേക്ക് വേണ്ടി നീക്കി വെക്കരുത് പ്രിയമുള്ളവരെ. ശൈത്താൻ നമ്മളെ വഞ്ചിക്കുകയാണ്.
ഒരുപാട് മനുഷ്യന്മാരിങ്ങനെ നീക്കി വെക്കാൻ. രാവിലെ ഖുർആൻ ഓതാൻ തീരുമാനിച്ചാൽ അപ്പൊ ശൈത്താൻ ഇങ്ങനെ പറയും, രാവിലെ ഉറങ്ങാൻ നല്ല ഉഷാറാണ്, അതുകൊണ്ട് ഇപ്പൊ ഉറങ്ങിക്കോ, രാത്രി ഓതാം. എന്നാ രാത്രി ഓതോ? രാത്രി ഓതാൻ മുസഫ് എടുത്താലോ? അപ്പൊ ശൈത്താൻ പറയും, രാവിലെ അല്ല ബറക്കത്ത്, രാവിലെ ഓതാം. രാവിലെ ഓതൂല, രാത്രി ഓതൂല. ചില ആളുകൾ ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ള എന്താണെന്നറിയോ? റമളാൻ 1 മുതൽ ഞാൻ ഖുർആൻ ഓതാൻ തുടങ്ങും. ശൈത്താൻ പറ്റിക്കണ കോലം നോക്കണം. റമളാൻ 1 മുതൽ തുടങ്ങും. അപ്പൊ അതുവരെയുള്ള ദിവസമോ, അതുവരെയുള്ള അവന്റെ ജീവിതത്തിലെ ദിവസങ്ങളോ, അതിന്റെ മുമ്പ് അവൻ മരണപ്പെട്ടാലോ? റമളാനിൽ ഖത്മ തീർക്കാൻ വേണ്ടി റമളാൻ വരെ ഓതാതിരിക്കുക. നമ്മുടെ ജീവിതത്തിലെ എത്ര വിലപ്പെട്ട സമയങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ. നാളേക്ക് മാറ്റിവെച്ച് ആയുസ് തീരുകയാണ്. ഓരോ സമയവും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക. ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറഞ്ഞില്ലേ, ഇദാ അംസൈത ഫലാ തൻതദിരി സബാ, പ്രദോഷമായാൽ പ്രഭാതത്തെ നീ കാത്തിരിക്കല്ലേ. വഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ, പ്രഭാതമായാൽ വൈകിട്ട് ചെയ്യാം, രാത്രി ചെയ്യാം, അങ്ങനെ നീ കരുതല്ലേ. രാവിലെ ചെയ്യേണ്ടത് രാവിലെ ചെയ്യ്. നമ്മുടെ ആയുസ് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. 5 വക്തിൽ ഒരു വക്ത് നഷ്ടപ്പെട്ടാൽ നമുക്കൊരു പ്രയാസം ഉണ്ടാകും അല്ലേ? സുബഹി ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ, ഇശാ ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ നമ്മുടെ മനസ്സിൽ പ്രയാസമുണ്ട്. എങ്കിൽ ആ പ്രയാസം എന്തേ ഒരു ദിവസം ഒരു പേജ് ഖുർആൻ ഓതാതിരുന്നാൽ നമ്മുടെ മനസ്സിൽ വരാത്തത്? നമ്മുടെ രക്ഷയും ശിക്ഷയും തീരുമാനിക്കുന്ന അള്ളാഹുവിന്റെ കലാം എന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഞാൻ ഓതിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തേ നമ്മുടെ മനസ്സിൽ ഒരു പ്രയാസമില്ലാത്തത്? ഒരു മാസമായിട്ട് ഖുർആൻ ഞാൻ തൊട്ടിട്ടില്ല എന്നറിഞ്ഞിട്ടും എന്താണ് നമ്മുടെ മനസ്സിൽ ഒരു വിങ്ങലുണ്ടാകാത്തത്? 50-60 കൊല്ലമായി ഖുർആൻ ഒന്ന് തെറ്റുകൂടാതെ ഓതാൻ എനിക്കറിയില്ല എന്ന് മനസ്സിലുറപ്പുണ്ടായിട്ടും എന്തേ നമ്മുടെ കണ്ണൊന്ന് നനയാത്തത്? ഖുർആൻ പഠിക്കാൻ ഇപ്പോഴും നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കാത്തത്? പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടുകൂടെ നാം ആലോചിക്കുക. അഗ്നി, കാട്ടുതീ, അത് പോയി കഴിഞ്ഞാൽ കാണാനുള്ളത് കരിങ്കല്ലുകളാണ്. അവിടെ മരം കൊണ്ടുള്ള വീടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വീടും കത്തിച്ചാമ്പലാക്കി ഒടുവിൽ അവര് തണുപ്പ് കായാൻ ബാക്കിയാക്കിയ ആ കല്ലുകൾ മാത്രമാണ് ബാക്കി വരുന്നത്. ആ കല്ല് ബാക്കി ഉണ്ടാകും. എന്നാ നരകത്തെ പറ്റി അള്ളാഹ് പറഞ്ഞത് എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനുകളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ നഫ്സിനെ, നിങ്ങളുടെ കുടുംബത്തെ ആ നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ. ഏതാണ് ആ നരകം? വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുമാണ് ആ നരകത്തിലെ ഇന്ധനം. കറുകറുത്ത നിറമുള്ള കല്ലുകൾ ഉരുകിപ്പോകുന്ന ആ നരകത്തെ തൊട്ട് നിങ്ങളുടെ നഫ്സിനെ കാക്കണേ. എത്ര ഭീകരമായിരിക്കും പ്രിയമുള്ളവരെ ആ നരകം. ലാ തുബ്ഖി വലാ തദർ, ഒന്നും ബാക്കിയാക്കാത്ത, ഒന്നും വിട്ടുകളയാത്ത നരകം. മനുഷ്യരുടെ തോലുകൾ ഉരിച്ച് രൂപം മാറ്റിക്കളയുന്ന നരകം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകണം. ജീവൻ എങ്ങനെ വെറുതെ കളിതമാശകളിലേക്ക് അടിച്ചു കൂട്ടേണ്ടതല്ല. ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ടാകണം. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടുകൂടെ എനിക്കെന്തു ചെയ്യാൻ കഴിയും അത് നമ്മൾ ചെയ്യുക. നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക അത് നമ്മൾ ചെയ്യുക. ആളെ കാണിക്കാനല്ല, സംഘടന വളർത്താനല്ല, അവനവന്റെ പരലോകത്തിന് വേണ്ടി ഈ ദീനിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. നമ്മൾ ആരുമില്ലെങ്കിലും ഈ ദീനി സംവിധാനങ്ങൾ നടക്കും. ചില ആളുകളൊക്കെ കരുതിയിട്ടുള്ളത് നമ്മളിങ്ങനെ ദീനി രംഗത്ത് പ്രവർത്തിക്കുന്നതൊക്കെ എന്തോ ഇസ്ലാമിന് ചെയ്യുന്ന സേവനാണെന്ന്. നമ്മളൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് വരുന്നത്, നമ്മളൊരു ദഅ്വാ സംവിധാനത്തിന്റെ ഭാഗമാകുന്നത്, അതൊക്കെ എന്തോ നമ്മൾ ചെയ്യുന്ന ദീനിന് ചെയ്യുന്ന ഒരു സേവനം. നമ്മൾ ആരുടെ ആവശ്യവും അള്ളാഹുവിന് ഈ ദീനിലില്ല. കഅബ തകർക്കാൻ വേണ്ടി അബ്രഹത്തും കൂട്ടരും പുറപ്പെട്ടു. യമനിൽ നിന്ന് അബ്രഹത്തുൽ അശ്റും 10,000 കണക്കിന് വരുന്ന സൈന്യവുമായി
ആനപ്പടയുമായി പുറപ്പെട്ടു. നേഗസ് രാജാവിന്റെ സഹായത്തോടുകൂടെ മക്കയിലെത്തി. ചില ഗോത്രങ്ങൾ കഅബയിലേക്കുള്ള വഴി കാണിക്കാൻ വേണ്ടി ആളെ വിട്ടുകൊടുത്തു. എന്തേ കാരണം? ഇനി മാറി കഅബയാണെന്ന് കരുതി അവരുടെ വിഗ്രഹങ്ങളെ, അവരുടെ ഹുബിലിനെ, അവരുടെ മറ്റു വിഗ്രഹങ്ങളെ തകർക്കരുത്. മുന്നിൽ ആളെ വിട്ടുകൊടുത്തു. ഇതാ കഅബയിലേക്കുള്ള വഴി അവര് കാണിച്ചു തരും, മാറി ഞങ്ങളുടെ വിഗ്രഹത്തെ പൊളിക്കണ്ട. അബ്രഹത്തിന്റെ സൈന്യം കഅബയിലേക്ക് വരുന്നു. അബ്ദുൽ മുത്തലിബ് വന്നുകൊണ്ട് പറയുന്നു, എനിക്ക് എന്റെ ഒട്ടകത്തെ വേണം. അങ്ങനെ കഅബയുടെ ആളുകൾ എന്ന് പറഞ്ഞവർ മാളത്തിലൊളിച്ചപ്പോ, കഅബ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞവർ മാളത്തിലൊളിച്ചപ്പോ, കഅബയെ തകർക്കാൻ അബ്രഹത്ത് കടന്നു വന്നപ്പോ ഏതെങ്കിലും ഒരു മനുഷ്യന്മാരുടെ സഹായം അള്ളാഹുവിന് ആവശ്യമുണ്ടായോ? ആകാശത്തു നിന്ന് പക്ഷികൾ ഇറങ്ങി. ഒരു പക്ഷിയുടെ കൊക്കിൽ ഒരു കല്ല്, കാലിൽ 2 കല്ല്, അത് ആകാശത്തു നിന്ന് താഴേക്കെറിഞ്ഞു. അത് ശരീരത്തിൽ പതിച്ചവർ അവിടെ ചത്തുവീണു. തിരിച്ച് യമനിലേക്ക് ഓടുന്ന വഴികളിൽ ശരീരഭാഗങ്ങൾ അറ്ററ്റ് വീണ് അവരില്ലാതായി. ചിലരുടെ കാഴ്ച നഷ്ടപ്പെട്ടു. സഫാ മർവക്കിടയിൽ യാചകരായി അവരിൽ പിന്നീട് പലരെയും ചരിത്രം വായിച്ചു. നോക്കൂ, കഅബയുടെ ആളുകൾ എന്ന് പറഞ്ഞവർ മാളത്തിൽ ഒളിച്ചപ്പോ അള്ളാഹു പക്ഷികളെ കൊണ്ട് ഈ ദീനിനെ സംരക്ഷിച്ചു. നമ്മളുടെ ആരുടെ ആവശ്യമില്ല. ഈ ദീൻ അതിജയിക്കുന്നതാണ്. ഈ ദീൻ അതേത് ആദർശങ്ങളെയും അതിജയിച്ചുകൊണ്ട് ലോകത്തിലെ മുഴുവൻ കൂരയിലും എത്തുന്ന ആദർശമാണ്. നമ്മൾ ഇതിന്റെ കൂടെ നിന്നാൽ നമുക്ക് അല്ലാഹുവിന്റെ പ്രതിഫലം ലഭിക്കും, നമുക്ക് നന്മ ലഭിക്കും എന്നതല്ലാതെ നമ്മളെ കൊണ്ട് ഒന്നും ദീനിന് കിട്ടാനില്ല. നമ്മൾ ചെയ്യുന്ന എന്തോ ഒരു സേവനമാണ് എന്നാരും കരുതേണ്ടതില്ല. 200 കൊല്ലത്തെ കുരിശ് യുദ്ധത്തിലൂടെ തകർക്കാൻ ശ്രമിച്ചിട്ട് തകരാത്ത ആദർശമാണ് ഇസ്ലാം. ഇത് വൻകരകളെ വേദിച്ചുകൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെത്തും. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രവർത്തനം ഇഖ്ലാസ് ഉള്ളതാണോ എന്ന് നോക്കുക. ഇഖ്ലാസോടുകൂടെ ദീനി രംഗത്ത് പ്രവർത്തിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. അന്ന ഇംറഅത്തൻ സൗദ കാനത് തഖുമുൽ മസ്ജിദ്. റസൂലുള്ളാഹിയുടെ പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു പെണ്ണ്. അവർക്ക് ദീനിൽ ചെയ്യാൻ കഴിഞ്ഞത് ആ ഒരു പണി മാത്രം. പള്ളി അടിച്ചു വാരി വൃത്തിയാക്കുക എന്നൊരു പണിയാണ് അവർ ചെയ്തത്. ആ സ്ത്രീ മരണപ്പെട്ടു. സ്വഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചില്ല. ഫസഅല അൻഹാ, അവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എവിടെ അവർ? ഹദീസിൽ കാണാം, സ്വഹാബത്ത് മറുപടി നൽകി, മാത്ത, അവർ മരണപ്പെട്ടു. മറ്റൊരു റിവായത്തിൽ ഒരു യുവാവാണ് എന്നും കാണാൻ കഴിയും. അവർ മരിച്ചു എന്ന് സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. പ്രവാചകന്റെ ചോദ്യം, ഫലാ കുൻതും ആദൻതുമൂനി, എന്തേ എന്നെ നിങ്ങൾ അറിയിച്ചില്ല? മരിച്ചിട്ട് എന്തേ അറിയിക്കാതിരുന്നത്? സ്വഹാബത്തിന്റെ മറുപടി, അത് അവർക്കൊരു നിസാരമായി തോന്നി. പള്ളി അടിച്ചു വാരുന്ന ഒരു പെണ്ണല്ലേ, പള്ളി അടിച്ചു വാരുന്ന ഒരു സ്ത്രീയല്ലേ, അത് നബിയോട് പറയേണ്ടതുണ്ടോ? കാന്നഹും സഗറു അംറഹ, അവളുടെ കാര്യം സ്വഹാബത്തിന് അത് ചെറുതായി തോന്നി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഖബറിനരികിൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് പള്ളി അടിച്ചുവാരിയ ഒരു പെണ്ണിന്റെ ചരിത്രം ലോകാവസാനം വരെയുള്ള ഈ ഉമ്മത്ത് വായിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ചരിത്രം ആവർത്തിച്ചാവർത്തിച്ച് മിമ്പറുകളിലൂടെ, പള്ളി മിമ്പറുകളിലൂടെ, ഖുതുബകളിലൂടെ ജനങ്ങൾ പഠിക്കുന്നു. എന്തേ കാരണം? ആ പ്രവർത്തനത്തിന് ഇഖ്ലാസിന്റെ തൂക്കമുണ്ട്. ആ പ്രവർത്തനത്തിന് ഇഖ്ലാസിന്റെ തൂക്കമുണ്ട്. ഇഖ്ലാസോടുകൂടെ നമ്മൾ ഒരു നന്മയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. പാറക്കെട്ടിൽ ഒളിപ്പിച്ചു വച്ചാലും അള്ളാഹു അത് കൊണ്ടുവരും. ആരും കാണാതെ മരുഭൂമിയിലൂടെ നടന്നു നീങ്ങിയ ഉമർ ഖത്താബ് റളിയല്ലാഹു തന്റെ ചരിത്രം എങ്ങനെ നമ്മൾ അറിഞ്ഞു? ഒരു വൃദ്ധയുടെ വീട്ടിൽ ചെന്നവർക്ക് ഭക്ഷണം ഒരുക്കി, ആ വൃദ്ധയുടെ വസ്ത്രങ്ങൾ അലക്കി,
വന്നിരിക്കുന്നത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബാണ് എന്ന് പോലും പറയാതെ തിരിച്ചു നടക്കുന്ന ഖലീഫ ഉമറിന്റെ ചരിത്രം എങ്ങനെ ലോകം അറിഞ്ഞു? അത് കാണുന്നൊരു റബ്ബുണ്ട്, അതറിയുന്നൊരു റബ്ബുണ്ട്. ഇഖ്ലാസോടുകൂടെയാണോ നമ്മുടെ അമലുകൾ? അത് നഷ്ടപ്പെടില്ല പ്രിയമുള്ളവരെ. ഇമാം നബവി റഹ്മഹുല്ലാ അദ്ദേഹം അർബഊൻ രചിക്കുന്ന സമയത്ത് ഇമാം നബവി അർബഊൻ രചിക്കുന്ന സമയത്ത് വേറെയും ഒരുപാട് അർബഊൻ ഉണ്ട്. 40ഓളം ഹദീസുകൾ ക്രോഡീകരിച്ച ഒരുപാട് കിതാബുകൾ അന്ന് നിലവിലുണ്ട്. ആളുകൾ ഇമാം നബവിയോട് ചോദിച്ചു, ഇനിയൊരു അർബഊൻ വേണോ? അത് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി നൽകിയ മറുപടി അള്ളാഹുവിന് വേണ്ടിയുള്ളത് ബാക്കിയാകുമെന്നാണ്. അള്ളാഹ്ക്ക് വേണ്ടിയുള്ളത് ബാക്കിയാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദീനി രംഗത്ത് അള്ളാഹുവിന്റെ പ്രതിഫലം കൊതിച്ച്, അള്ളാഹുവിന്റെ സ്വർഗം കൊതിച്ച് നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുക അത് നമ്മൾ ചെയ്യുക. അവസാനമാണ് അള്ളാഹു പരിഗണിക്കുന്നത്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തിം, അവസാനമാണ് അള്ളാഹു പരിഗണിക്കുന്നത്. അതുകൊണ്ട് മരണം വരെ അമലുകൾ നമുക്ക് വേണം. മരണം വരെ നന്മകളിൽ നമ്മൾ ഉണ്ടാകണം. ഈ ഹദീസ് ഖൈബറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഖൈബറിൽ ധീരമായി പോരാടി, ധാരാളമായി പോരാടി, ഒടുവിൽ ആത്മഹത്യ ചെയ്ത ഒരു സ്വഹാബിയുടെ വിഷയത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എങ്കിൽ പ്രിയമുള്ളവരെ, സർവീസ് കൊണ്ട് കാര്യമില്ല. ചില ആളുകൾ അങ്ങനെയാണ്. ഞാൻ പണ്ടൊരുപാട് പ്രവർത്തിച്ചിരുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ വളരെ സജീവായിരുന്നു, ഇവിടെ തുടങ്ങിയത് ഞാനാണ്, അന്ന് ആരുമില്ലായിരുന്നു, ഇപ്പൊ ഒന്നിനുമില്ല. ഇത് അള്ളാന്റെ മുന്നിൽ പറയാൻ കഴിയോ? ഇത് അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് പറയാൻ കഴിയോ? പടച്ച റബ്ബിന്റെ മുന്നിൽ പറയാൻ കഴിയുന്ന ഉദറാണോ? ഭിന്നിപ്പുണ്ടായപ്പോൾ ഞാൻ മാറി നിന്നു എന്ന്, പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ നന്മകളിൽ നിന്ന് മാറി നിന്നു എന്ന്, മുമ്പ് കുറെ പ്രവർത്തിച്ചു പിന്നെ ഞാൻ ഒന്നിനുമില്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയോ? നമ്മുടെ അവസാനമാണ് പരിഗണിക്കുക. അങ്ങനെ പരിഗണിക്കണമെങ്കിൽ ഓരോ ദിവസവും മനോഹരമാകണം. ഒരു ദിവസം അള്ളാഹു പുതിയതായി നൽകുന്നത് ഇന്നലകളെ തിന്മകൾ തുടർത്താനല്ല, തൗബ അധികരിപ്പിക്കാനാണ്. തൗബ അധികരിപ്പിക്കാനാണ്, പുതിയ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ്. മരണം വരുന്നതുവരെ പ്രിയമുള്ളവരെ നന്മകളിൽ മത്സരിക്കുക. മരിക്കുമ്പോൾ കൊണ്ടുപോകാനുള്ളത് അമലുകളാണ്. കുടുംബം തിരിച്ചുപോരും, കുടുംബം തിരിച്ചുപോരും, സമ്പത്ത് തിരിച്ചുപോരും. ഈ അടുത്ത് ഒരു സംസാരത്തിൽ, ഷെയ്ഖിന്റെ സംസാരത്തിൽ കേട്ടു, അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ടൊരു മസ്അല. ആ മസ്അല പഠിപ്പിക്കുന്നതിന് അദ്ദേഹം പറയാണ്, ഒരു വലിയ പണക്കാരൻ മരണപ്പെട്ടു. അയാളുടെ അടുത്ത ബന്ധുക്കളിൽ ആരും സ്വത്ത് കൊണ്ടുപോകാൻ ആരുമില്ല, മക്കളില്ല, ഉപ്പല്ല, പേരക്കുട്ടികളൊന്നുമില്ല. അടുത്ത ബന്ധുക്കളിൽ ഒരാളും അയാളുടെ സ്വത്തിന് അവകാശികളായിട്ട് ജീവിച്ചിരിക്കുന്നില്ല. ഒടുവിൽ അകന്ന ബന്ധത്തിൽ ആർക്കോ സ്വത്ത് കിട്ടി, കോടികളുടെ ആസ്തിയുള്ള ഒരു മനുഷ്യൻ. അകന്ന കുടുംബത്തിലെ 2 പേർക്കാണ് ആ സ്വത്ത് പോയത്. ആ സ്വത്ത് വീതിക്കുന്ന സമയത്ത് കാളി അവരോട് പറഞ്ഞു എന്നാണ്, നിങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് സ്വതക്ക ചെയ്യണം. കാരണം അയാള് മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കോട്ടെ, അയാൾക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടാൻ വല്ല യതീം ഖാനക്കോ പള്ളിക്കോ മദ്രസക്കോ എന്തിനെങ്കിലും ഒന്ന് നിങ്ങൾ അയാളെ സ്വത്തുനിന്ന് സ്വതക്ക കൊടുക്കണം. അവര് പറയാണ്, അത് ജീവിച്ചിരിക്കുമ്പോ കൊടുക്കണമായിരുന്നു, അതയാൾ ജീവിച്ചിരിക്കുമ്പോ കൊടുക്കണം, ഇപ്പൊ ഞങ്ങളെ സ്വത്താണ്, ഇതിനൊരു 5 പൈസ കൊടുക്കൂലെന്ന്. മഹാനെ അലി റളിയല്ലാഹു തആല അൻഹു ഖബറിനരികിൽ വരുന്ന രംഗം ചരിത്രത്തിൽ കാണാം. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ മഖാബിർ, ഖബറാളികളെ അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അഖ്ബാറു മാ ഇൻദനാ മിൻകും, നിങ്ങളെ കുറിച്ചുള്ള ചില വാർത്തകൾ അലി അറിഞ്ഞിട്ടുണ്ട്. ഈ ഖബറിനരികിൽ വന്ന് നിൽക്കാനുള്ള കാരണം, ഖബറിൽ കിടക്കുന്നവരെ, മരണപ്പെട്ടവരെ
നിങ്ങളെ കുറിച്ചുള്ള ചില വാർത്ത അലി അറിഞ്ഞിട്ടുണ്ട്. അന്നനിസാഅക്കും ഖദ് തസവ്വജ്ന, ഭർത്താക്കന്മാരെ, ഭാര്യമാരുടെ കല്യാണം കഴിഞ്ഞു. ജീവിതത്തിൽ 30-40 കൊല്ലം മരുഭൂമിയിൽ കഷ്ടപ്പെട്ടത് ഭാര്യയ്ക്ക് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്. ഖബറിലേക്ക് കൂടെ കിടക്കാൻ ഒരു ഭാര്യയും വന്നിട്ടില്ല. നിങ്ങളുടെ മരണത്തിന് ശേഷം അവളുടെ ഇദ്ദ കഴിഞ്ഞു, മറ്റൊരുത്തൻ മഹർ കൊടുത്ത് അവളെ സ്വീകരിച്ചു. നിങ്ങൾ കിടന്ന കിടക്കയിൽ മറ്റൊരുത്തന്റെ കൂടെ അവൾ അന്തി ഉറങ്ങുന്നു. ഭാര്യമാരെ, ഭർത്താക്കന്മാരുടെ കല്യാണം കഴിഞ്ഞു. ഇഷ്ടായിരുന്നു, ഭക്ഷണമൊരുക്കി, വസ്ത്രമലക്കി, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു. മരണത്തിനപ്പുറം നിങ്ങളുടെ കൂടെ കിടക്കാൻ ഒരു ഭർത്താവും വന്നിട്ടില്ല. നിങ്ങൾ കിടന്ന കിടക്കയിൽ മറ്റൊരുത്തന്റെ കൂടെ അവൾ അന്തി ഉറങ്ങുന്നു. പണക്കാരെ, ധനികന്മാരെ, സമ്പത്ത് വീതിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കാറും ബംഗ്ലാവും അത് മക്കൾ വീതിച്ചു കഴിഞ്ഞു, സമ്പത്ത് വീതിച്ചു കഴിഞ്ഞു. എന്നിട്ട് അലി റളിയല്ലാഹു തആല പറയുന്നത്, ഖബറാളികൾക്ക് എങ്ങാനും ഉത്തരം നൽകാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഖബറാളികൾ പറയും, ലഖാലു, ആ ഖബറാളികൾ പറയും, അലിയേ അന്ന ഖൈറ സാദി തഖ്വ, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പാതേയം തഖ്വയാണ്. നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്നതിനിടയിൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് യാത്ര തിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ മറിഞ്ഞു വീണ് മരണപ്പെട്ടവരില്ലേ? വാഹനം ഓടിക്കുമ്പോൾ പെട്ടെന്നൊരു നിമിഷം ഈ ലോകത്ത് നിന്ന് യാത്ര തിരിച്ചവരില്ലേ? കുടുംബത്തിന്റെ കൂടെ തമാശകൾ പറഞ്ഞിരിക്കുമ്പോൾ മരണപ്പെട്ടവരില്ലേ? പ്രിയമുള്ളവരെ, പഠിച്ചുകൊണ്ടിരിക്കാണ്, വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് മരിക്കാൻ പാടില്ല എന്നായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒന്നിച്ചു പഠിച്ചിരുന്ന സുലൈമാൻ അൽ ഹിക്കമി ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാകണമായിരുന്നു. നമസ്കാരത്തിന് നിർത്തുണ്ടല്ലേ? എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാ? 10 മിനിറ്റ്. 3 മിനിറ്റ് 7 മിനിറ്റ്. കുറച്ചായിട്ട് സംസാരിച്ചോളൂ. നമസ്കാരം കഴിഞ്ഞില്ല? ബസ് നോക്കിയിട്ടില്ല. ബസ്സിന് ഇപ്പം നാളെ രാവിലെ ഉണ്ട്, പ്രശ്നമില്ല. അങ്ങോട്ടാ കുശാൽക്ക. നിർത്താനാകുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ ഫോൺ എടുത്തിട്ടില്ല. തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞേക്ക്. 10 മിനിറ്റ് ഉള്ളൂ അല്ലേ നിസ്കാരത്തിന്? 20 മിനിറ്റ്. 10 മിനിറ്റ്. ഓക്കെ. നമ്മളൊക്കെ ജന്മാക്കി. എത്ര മിനിറ്റ് അവിടെ ജമാഅത്ത് എത്ര മിനിറ്റാ? 20 മിനിറ്റാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ്. ഇൻഷാല്ലാഹ് നമ്മൾ നമസ്കാരത്തിന് അവസാനിപ്പിക്കും. നമസ്കാരം കഴിഞ്ഞിട്ട് അതിനുശേഷം തുടരും. അത് പ്രത്യേകം അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, മരണം ഏത് സമയത്താണ്, എപ്പോഴാണ് എന്ന് നമുക്കറിയുകയില്ല. അതുകൊണ്ട് മരണം വരെ നന്മകളിൽ തുടർത്താൻ നമുക്ക് ലഭിച്ച നമ്മുടെ ആയുസ് അത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആനുമായുള്ള ബന്ധം ചേർത്തു വെച്ചുകൊണ്ട്, ഖുർആൻ പഠിച്ചുകൊണ്ട്
ഈമാനികമായ ഒരു ഉയർച്ച നേടിയെടുക്കാൻ നാം പരിശ്രമിക്കണം. മഹാനായ ഹംദല റളിയല്ലാഹു തആല അൻഹു നാഫഖ ഹംദല മുനാഫിഖായി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഹംദല, എന്ത് കടുപ്പമേറിയ വാക്കാണ് നിങ്ങൾ പറയുന്നത്? ഹംദല മുനാഫിക്കായി എന്നോ? അദ്ദേഹം കാരണമായി കൊണ്ട് പറയുന്നത്, നകൂനു ഇൻദക നുദക്കിറുനാ ബിന്നാരി വൽ ജന്ന ഹത്താ കഅന്ന റഅയു ഐനി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്, നബിയെ, ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ടാകുമ്പോൾ സ്വർഗ നരകത്തെ കുറിച്ച് അങ്ങ് പറയുമ്പോൾ ആ സ്വർഗത്തെയും നരകത്തെയും ഞങ്ങൾ ഞങ്ങളുടെ കൺമുന്നിൽ കാണും. സ്വർഗം ഞങ്ങൾ കാണും, നരകം ഞങ്ങൾ കാണും. അങ്ങനെ ഈമാനികമായി അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. എന്നാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിയാൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിലേക്ക് മടങ്ങിയാൽ ഈമാൻ നഷ്ടപ്പെടുകയാണ്. ചില ആളുകളൊക്കെ പറയല്ലോ, ഈമാനില്ല, മുർത്തദ്ദാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്, നിസ്കാരത്തിന് ഖുശൂ ഇല്ല. പലപ്പോഴും ആളുകൾ സങ്കടങ്ങൾ പറയാറുണ്ട്, അള്ളാഹുവിനെ പേടിക്കാൻ കഴിയുന്നില്ല. സ്വഹാബത്ത് പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ കൂടെ ഇരിക്കുമ്പോൾ ഈമാനുണ്ട്, സ്വർഗ നരകങ്ങൾ ഞങ്ങളുടെ കൺമുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ വീട്ടിലേക്ക് മടങ്ങുമ്പോ, ഞങ്ങളുടെ ദുനിയാവിലേക്ക് മടങ്ങുമ്പോൾ അത് നഷ്ടപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, അല്ലാഹു തന്നെയാണ് സത്യം, ഇല്ലൗ തദൂമൂന അലാ മാ തകൂനൂന ഇൻദി വഫി ദിക്ർ ലസാഫഹതുകുമുൽ മലായിക അലാ ഫുറുശികും വഫി തുറുഖികും. ഹംദല, എന്റെ കൂടെ ഉണ്ടാകുമ്പോഴുള്ള ആ ഈമാൻ ഉണ്ടല്ലോ, വിജ്ഞാനത്തിന്റെ സദസ്സിലുണ്ടാകുമ്പോഴുള്ള ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാൻ നിങ്ങൾക്ക് നിലനിർത്താൻ സാധിച്ചാൽ ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്ന് നിങ്ങൾ പോകുന്ന വഴികളിൽ നിങ്ങളുടെ കൈകൾ പിടിക്കും, നിങ്ങളുടെ വിരിപ്പുകളിൽ വന്ന് നിങ്ങൾക്ക് കൈകൾ നൽകും. അങ്ങനെ മലക്ക് വരൂല, അങ്ങനെ കൈകൾ നൽകുകയുമില്ല. അഥവാ ആ ഈമാൻ നമുക്ക് നിലനിർത്താൻ കഴിയില്ല. വലാകിൻ യാ ഹംദല സാഅതൻ വസാഅ. ഹംദല, ചില സമയം നമുക്ക് ഈമാൻ ഉണ്ടാകും, ചില സമയം നമ്മുടെ ഈമാൻ അത് ദുർബലമാകും. ഈമാൻ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വഹാബത്തിന് ഈമാൻ ഉണ്ടായത് വിജ്ഞാനത്തിന്റെ സദസ്സിലാണ്, റസൂലുള്ളാഹിയുടെ കൂടെ ഇരുന്നപ്പോഴാണ്, പ്രവാചകന്റെ വാക്കുകൾ കേട്ടപ്പോഴാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളുടെ ഈമാൻ ഉണ്ടാകാൻ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു QHLS ഉണ്ടാകണം, ഒരു ഖുർആൻ ക്ലാസ്സിൽ ഉണ്ടാകണം, ഒരു ദീനീ പഠന സംവിധാനത്തിൽ ഉണ്ടാകണം. അല്ലാതെ നമ്മുടെ കച്ചവടം, നമ്മുടെ ദുനിയാവ് എന്ന് പറഞ്ഞു ഓടിയാൽ നമ്മുടെ ഈമാനിനെ അത് ബാധിക്കും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, 3 ദിവസത്തിലധികം ഖുർആൻ കൊണ്ട് ഹൃദയത്തെ നനച്ചിട്ടില്ല എങ്കിൽ ഹൃദയം മരിച്ചു പോകുമെന്നാണ്. നമ്മൾ 3 ദിവസത്തിലെങ്കിലും ഒരു ദീനിയായ ഒരു ഉപദേശം കേൾക്കാൻ, ഒന്ന് കുടുംബത്തിലൊന്ന് ഒന്നിച്ചിരുന്നുകൊണ്ട് ഒന്ന് അമാനി തഫ്സീർ വായിക്കാൻ, ഒരു ഖുർആൻ ക്ലാസ് നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുടുംബസമേതം ഒന്നൊന്ന് വന്നിരിക്കാൻ, ഒന്ന് അവിടെ ചെന്നിരിക്കാൻ ബോധപൂർവം നമ്മളൊന്ന് സമയം കണ്ടെത്തണം. സഹോദരിമാർ പലപ്പോഴും അവരുടെ വീട് വൃത്തിയാക്കാറുണ്ട്, ഉറങ്ങുന്നതിന് മുമ്പ് അവസാനത്തെ പാത്രവും കഴുകി വൃത്തിയാക്കി എന്ന് ഉറപ്പുവരുത്താറുണ്ട്. വസ്ത്രം നമ്മൾ ശുദ്ധിയാക്കാറുണ്ട്. വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു പുള്ളി ഉണ്ടെങ്കിൽ, ഒരു ചളി ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കി, അത് റെഡിയാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. വീട് നമ്മൾ വൃത്തിയാക്കുന്നു, പാത്രം നമ്മൾ വൃത്തിയാക്കുന്നു, വസ്ത്രം നമ്മൾ വൃത്തിയാക്കുന്നു, വീടിന്റെ മുറ്റം നമ്മൾ വൃത്തിയാക്കുന്നു. അതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഹൃദയം ശുദ്ധമാക്കൽ, നമ്മുടെ ഹൃദയം വൃത്തിയാക്കൽ. ആ ഹൃദയം ശുദ്ധമാകണമെങ്കിൽ ഖുർആനുമായി ബന്ധമുണ്ടാകണം. സ്വഹാബത്ത് ഖുർആൻ കൊണ്ടാണ് അവരുടെ ഹൃദയം വൃത്തിയാക്കിയത്, ശുദ്ധമാക്കിയത്. എങ്കിൽ പ്രിയമുള്ളവരെ, ഖുർആനിന്റെ സദസ്സുകളെ ഗൗരവത്തോടുകൂടെ കാണുക. നമ്മുടെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിനാണ്
ആ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ സദസ്സുകൾ. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ഇത്രയും കാലം അല്ലാഹ് നമുക്ക് ആയുസ് നൽകിയിട്ട് ഇപ്പോഴും സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥമറിയാത്ത, ആശയമറിയാത്ത ആളുകളുണ്ട്. ഇപ്പോഴും ഖുർആൻ ശരിയായി ഓതാൻ അറിയാത്തവരുണ്ട്. ഇപ്പോഴും ഒരു അവസാനത്തെ ഒരു 10 സൂറത്ത് അതിനപ്പുറത്തേക്ക് ഹിഫ്ളില്ലാത്തവരുണ്ട്. സ്വഹാബത്ത് ത്യാഗം ചെയ്തു വിജ്ഞാനം നേടാൻ. കച്ചവടത്തിന് അവർ ഊഴം നിശ്ചയിച്ചു. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് പോകും. അന്ന് കിട്ടിയ ലാഭത്തിന്റെ പകുതി തന്റെ ചങ്ങാതിക്ക് നൽകും. ചങ്ങാതി പഠിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിന് കൈമാറും. ഊഴം നിശ്ചയിച്ചുകൊണ്ട് അവർ വിജ്ഞാനത്തിന്റെ സദസ്സിൽ പങ്കെടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ പള്ളിയിൽ എത്ര തവണയാണ് ബോൾ നഷ്ടപ്പെട്ട് താഴെ വീണത്. സ്വഹാബത്ത് ഓടി വരുന്നുണ്ട്, അബൂ ഹുറൈറ എന്തു സംഭവിച്ചു താങ്കൾക്ക്? അദ്ദേഹത്തിന്റെ മറുപടി, സ്വഹാബ, രോഗം കൊണ്ടല്ല അബൂ ഹുറൈറ താഴെ വീണത്, പട്ടിണിയാണ്, വിശപ്പാണ് അബൂ ഹുറൈറ താഴെ വീഴ്ത്തിയത്. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? വിജ്ഞാനം പഠിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ചേർന്ന് നിന്നതിന്റെ പേരിൽ പട്ടിണി സഹിക്കാൻ കഴിയാതെ മസ്ജിദുൻ നബവിയിൽ താഴെ വീണ ഒരു ഉമ്മത്തിന്റെ പിൻഗാമികളെ നമ്മൾ എങ്ങനെയാണ് ഖുർആനിന്റെ സദസ്സിൽ നിന്ന്, വിജ്ഞാനത്തിന്റെ സദസ്സിൽ നിന്ന് പിറകോട്ട് പോവുക? വിജ്ഞാനം സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് ബോധപൂർവം ഖുർആൻ പഠിക്കുന്ന സദസ്സുകളിൽ നമ്മൾ ഉണ്ടാകണം. CRE ക്ലാസ്സുകളിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണം. ഖുർആൻ വിജ്ഞാന പരീക്ഷ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമാനി മൗലവിയുടെ തഫ്സീർ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് റമദാൻ മാസത്തിൽ കുടുംബസമേതം നമുക്ക് പരീക്ഷ എഴുതാൻ, റമദാനിൽ ഒന്നിച്ചിരുന്നുകൊണ്ട് ഖുർആൻ പഠിക്കാൻ ഖുർആൻ വിജ്ഞാന പരീക്ഷ നമ്മൾ പ്രഖ്യാപിച്ചു. നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിന്റെ ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സഹായം നൽകും. നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ഖുർആൻ വായിക്കണം. ഒന്നിച്ചിരുന്ന് നമ്മുടെ വീടുകളിൽ ചർച്ചയുണ്ടാകണം. മക്കള് അള്ളാഹിനെ പറ്റി കേൾക്കേണ്ടത് ഖത്തീബിന്റെ ചുണ്ടിൽ നിന്ന് മാത്രമല്ല. മക്കള് ഖുർആനിനെ പറ്റി കേൾക്കേണ്ടത് ഉസ്താദിന്റെ ചുണ്ടിൽ നിന്ന് മാത്രമല്ല. ഖുർആനിന്റെ ചർച്ച നമ്മുടെ തീന്മേശകളിൽ ഉണ്ടാകണം. നമ്മുടെ തീന്മേശകളിൽ ഖുർആനിന്റെ ചർച്ചയുണ്ടാകണം. ഇപ്പൊ മക്കൾക്ക് മനസ്സിലാകും, ഇത് ഉസ്താദ് പറയുന്ന ഒരു വിഷയം മാത്രമല്ല, ഇത് ഗൗരവമുള്ള വിഷയമാണ്. കുടുംബസമേതം ഞങ്ങൾ നെഞ്ചിലേറ്റിയതാണ് ഖുർആൻ എന്ന് പറയുന്ന അവസ്ഥകൾ ഉണ്ടാകണം. അതിന് പ്രിയമുള്ളവരെ, അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ബാക്കി നമസ്കാരത്തിന് ശേഷം നമുക്ക് ചില കാര്യങ്ങൾ കൂടെ തുടർത്താനുണ്ട്. അതുപോലെ തന്നെ ആദർശ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാന്യനായ ഉസ്താദ് ശിഹാബ് അടക്കര അദ്ദേഹവും സംസാരിക്കും. നമസ്കാരം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തിരിച്ചെത്താൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾ